പുറത്തിറക്കിയോ എന്ന ചോദ്യത്തിന് പുറത്തിറക്കി എന്നുള്ളത് തന്നെയാണ് അത്യന്തം നിരാശാജനകമായ ഒരു ദിവസമാണ്. പുറത്തിറക്കുമ്പോൾ ഈ ഒരു 7 വർഷം 7.5 വർഷം ഒരാളെ തടവിലിടുക, ജാമ്യമില്ലാതെ തടവിലിടുക എന്നുള്ളത് കോടതിയെ സംബന്ധിച്ച് അത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതാണ് കോടതി പറഞ്ഞതും. ജാമ്യം നൽകേണ്ട സമയമായിരിക്കുന്നു, ജാമ്യം നൽകേണ്ടതുണ്ട്. പക്ഷേ വിചാരണ എങ്ങനെ വൈകുന്നു എന്ന ചോദ്യം പ്രധാനമായും കോടതി ചോദിക്കുന്നു. എന്തുകൊണ്ട് വിചാരണ അവസാനിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. അന്തിമവാദത്തിന് എത്ര ദിവസം എടുക്കുമെന്ന് കോടതി ചോദിക്കുകയാണ്. അപ്പോൾ വിചാരണ നടപടികൾ എത്രത്തോളം വൈകിപ്പിക്കുന്നു, അത് 8ാം പ്രതി, ഇതിലെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന 8ാം പ്രതിയുടെ അഭിഭാഷകനാണ് വിചാരണ വൈകിച്ചത് എന്ന് കേരള സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിനെ 75 ദിവസം വിസ്തരിച്ചു, അതിജീവിതയെ 7 ദിവസം വിസ്തരിച്ചു. അതിജീവിതയെ വിസ്തരിക്കുന്നതൊക്കെ പ്രതി എന്ന രൂപത്തിലാണ് വിസ്തരിക്കുന്നത്. ഒരു കാര്യത്തിൽ അതിശക്തമായി നിന്നുകൊണ്ട് താൻ ഇരയല്ല, താൻ അതിജീവിതയാണ് എന്ന ശക്തമായ നിലപാട് ഇവിടുത്തെ മുഴുവൻ സ്ത്രീ സമൂഹത്തിനും ഒരു മാതൃകയാകാവുന്ന ധൈര്യത്തിലുള്ള ആ പ്രതികരണം നടത്തിയ അതിജീവിത, അവർക്ക് ഇപ്പോൾ എന്താണ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. ലൈംഗിക അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് നീതിന്യായ വ്യവസ്ഥ വേഗത്തിൽ നീതി തരില്ല എന്നതാണോ ഇപ്പോൾ തരുന്ന കോടതി നൽകുന്ന സന്ദേശം എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇപ്പോൾ ഏതായാലും അങ്ങനെ ഒരു സന്ദേശം തന്നെയാണ് കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്, വിചാരണ കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. വിചാരണ കോടതിയുമായി ബന്ധപ്പെട്ടും അതിജീവിത നിരവധി പരാതികൾ നൽകിയിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്ന ഘട്ടത്തിൽ തൻ്റെ അനുഭവം കോടതിയുടെ മുന്നിൽ വയ്ക്കുമ്പോൾ കോടതി ഒരു പ്രതിയെ എന്ന പോലെ തന്നോട് പെരുമാറി എന്നുള്ളതാണ്. അത് ജഡ്ജി ഹണിയം വർഗീസ് ഒരു സ്ത്രീയായിട്ട് പോലും തന്നോട് മോശമായി പെരുമാറിയെന്ന് അതിജീവിത ഹൈക്കോടതിയിൽ പരാതി നൽകിയായിരുന്നു. ഫോറൻസിക് അനാലിസിസ് റിപ്പോർട്ട് തടഞ്ഞത് ജഡ്ജിയാണ് എന്ന വാദമാണ് അന്ന് അതിജീവിത പറഞ്ഞത്. ദിലീപിൻ്റെ അഭിഭാഷകന് ഭരണ മുന്നണിയിലെ പ്രധാനികളുമായി ബന്ധമുണ്ട് എന്ന ഹൈക്കോടതിയിൽ പരാതി പറഞ്ഞിരുന്നു. മെമ്മറി കാർഡിലെ ഉള്ളടക്കം ഒന്നിലധികം കോടതികളിലേക്ക് പോയിട്ടുണ്ട്, ഫോറൻസിക് ലാബുകളിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ആശങ്കയുണ്ട് എന്നവർ പറഞ്ഞിരുന്നു. പ്രതിയുടെ സഹോദരനും കോടതി ജീവനക്കാരനും ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള ആശങ്ക പറഞ്ഞിരുന്നു. ഈ പരാതിയിൽ പോലീസ് FIR പോലും ഇട്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്, ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള നന്മ, അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രവർത്തനം, അവർ എത്രത്തോളം അതിൽ ശക്തമായി നിലകൊണ്ടു എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അപ്പുറത്ത് ഒരു പോലീസ് ഈ കാര്യത്തിൽ FIR പോലും ഇട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അന്വേഷണ ഹർജിയിൽ ഹൈക്കോടതിയും ഉത്തരവിട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിൽക്കുകയാണ്. അപ്പോൾ ഈ വിചാരണ കോടതി ജഡ്ജിയുമായി ബന്ധപ്പെട്ട് അതിജീവിത പറഞ്ഞ വാദങ്ങൾ ഒരു തരത്തിലും ഹൈക്കോടതി കേട്ടിട്ടില്ല. അപ്പോൾ പ്രതിയോട് പക്ഷപാതപരമായ നിലപാടുകൾ എടുക്കുന്നുണ്ട് കോടതി എന്നുള്ള തോന്നലാണ് അതിജീവിതയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. 2 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച സാഹചര്യം, അതിൽ 2ഉം ഈ കേസ് നടത്തിപ്പുമായുള്ള അതൃപ്തിയുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള വിവരങ്ങൾ അന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. അതിനുശേഷം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഗാഗ് ഓർഡർ നമുക്കറിയാം. ഇതിൻ്റെ ട്രയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും മിണ്ടരുത് എന്ന ഓർഡറാണ് അതുവഴി ദിലീപ് നേടിയെടുത്തത്. നിരവധി മാധ്യമ സ്ഥാപനങ്ങൾക്ക് എതിരെ അതുമായി ബന്ധപ്പെട്ട് പരാതിയും ഹർജിയും നൽകിയിട്ടുണ്ട്. ഈ വിചാരണ വൈകുന്നു എന്നുള്ളതാണല്ലോ കോടതി ചോദിക്കുന്നത്. വിചാരണയ്ക്ക് മുൻപ് തന്നെ ഈ കേസിൻ്റെ അന്വേഷണം തന്നെ എല്ലാ രൂപത്തിലും വൈകിക്കുന്ന രൂപത്തിലേക്ക് 8ാം പ്രതി ഇടപെട്ടിട്ടുണ്ട്. 57 ഹർജികളാണ്, പെറ്റീഷനുകളാണ് പല തരത്തിൽ നൽകിയത്. അപ്പോൾ ഇത് വൈകിക്കുക എന്നുള്ള ഉദ്ദേശം തുടക്കം മുതൽ നടപ്പാക്കുകയും അത് വിജയകരമായി ഈ ഘട്ടം വരെ എത്തിക്കാനും 8ാം പ്രതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ജിൻസൺ കേസിലെ സാക്ഷിയാണ്. അതായത് ആദ്യത്തെ വെളിപ്പെടുത്തൽ പുറത്തിറക്കിയ ജിൻസൺ, അതായത് ദിലീപിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അകത്തുനിന്ന് പൾസർ സുനി ഒരു കത്ത് പുറത്തുവിടുന്നുണ്ടല്ലോ, ആ വിവരം പുറത്തേക്ക് വന്നത് ജിൻസണിലൂടെയാണ്. അപ്പോൾ ജിൻസൺ പറയുന്നു, പൾസർ പുറത്തിറങ്ങിയാൽ ചില കാര്യങ്ങൾ സംഭവിക്കാനിടയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ ജഡ്ജിയും കോടതിയും മാത്രം കണ്ടു എന്ന് പറയുന്ന ഈ ദൃശ്യങ്ങൾ അതിലപ്പുറം പലരിലേക്ക് എത്താൻ, പുറത്തേക്കിറങ്ങാൻ സാധ്യതയുണ്ട്. അത് പൾസർ സുനിയാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കാനും എളുപ്പമാണ്. ആ രൂപത്തിൽ 8ാം പ്രതി പ്രവർത്തിച്ചേക്കാം എന്ന ആശങ്കയാണ് ജിൻസൺ പങ്കുവെക്കുന്നത്, കേസിലെ സാക്ഷി. അതിന് കാരണം ജിൻസനെ സംബന്ധിച്ചും പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭീഷണി ഉണ്ടായിട്ടുണ്ട്. കേസുമായി നിലപാടെടുത്ത ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ കേസിനെ 2 ഘട്ടങ്ങളായി കാണേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ ദിലീപിലേക്ക് എത്തുന്ന അല്പം കഴിഞ്ഞ്, ദിലീപിലേക്ക് എത്തിയ ശേഷം ഒരു വേഗം നമ്മൾ കണ്ടു. പിന്നീട് അതിൻ്റെ നടപടികൾ വളരെ വൈകി. അത് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ എത്ര കഴിഞ്ഞിട്ടാണ് തുടങ്ങിയതെന്ന് നമ്മൾ കണ്ടതാണ്.
പിന്നെയാണ് ബാലചന്ദ്രകുമാറിൻ്റെ രംഗപ്രവേശം. ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പല മാധ്യമങ്ങളും ദിലീപുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യേണ്ടതില്ല എന്ന നിലപാടെടുക്കുന്നു. ആദ്യഘട്ടത്തിൽ നല്ല സമീപനമെടുത്തവർ പിന്നീട് ദിലീപിനോട് ഐക്യപ്പെടുന്ന ഒരു സമീപനത്തിലേക്ക് പോകുന്നു. ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലും വാർത്തകളും അന്ന് കൊടുക്കാൻ ആകെ ഉണ്ടായിരുന്നത് ആദ്യം നൽകിയതും റിപ്പോർട്ടറാണ്. പിന്നീട് ബാക്കി മാധ്യമങ്ങൾക്ക് അതിന് പിന്നാലെ വരേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ബാലചന്ദ്രകുമാർ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയും നടപടികളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ പിന്നീട് അയാൾക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ എന്താണ്? റേപ്പ് കേസ് അടക്കം വന്നു. അപ്പോൾ ഇപ്പോഴും അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിജീവിതയെ സംബന്ധിച്ച് ഇങ്ങനെ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ, ധൈര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. നീതി വൈകുന്നത് നീതി നിഷേധമാണ് എന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ അതിജീവിതയുടെ അഭിഭാഷകരും അങ്ങേയറ്റം നിരാശയുടെ സ്വരത്തിൽ അങ്ങേയറ്റം ഇനിയൊന്നും നടക്കാനില്ല എന്ന മട്ടിലാണ് പ്രതികരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഈ അവസാനത്തെ പ്രതിയും പുറത്തിറങ്ങുന്നു. കേസിലെ മറ്റു പ്രതികൾ, ഇപ്പോൾ 8ാം പ്രതിയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ പുറത്ത് 85 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. പുറത്തിറങ്ങിയ ശേഷം അയാൾ സിനിമ ചെയ്യുന്നുണ്ട്, സിനിമയുടെ പ്രചാരണം നടത്തുന്നുണ്ട്. മറുവഴിക്ക് അതിജീവിതയെ അപമാനിച്ചുകൊണ്ടുള്ള നടപടികളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനായി ഒരു സംഘം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന മാധ്യമപ്രവർത്തകരെ അവഹേളിക്കാനും ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ച ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഞാനടക്കമുള്ള വനിതാ മാധ്യമപ്രവർത്തകരും, വനിതകൾ മാത്രമല്ല എല്ലാ മാധ്യമപ്രവർത്തകരും, ഈ വിഷയത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നിട്ടുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കപ്പെട്ടിട്ടുണ്ട്, വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന്, നേരിട്ട് നടത്തിയ പ്രതികരണത്തിൽ നിന്ന് തന്നെ എനിക്ക് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു വിഭാഗമാണ് അപ്പുറത്തുള്ളത്. പുറത്തിറക്കിയത് തന്നെയാണ്. ഇനി അങ്ങോട്ട് ഈ കേസിൻ്റെ ഭാവിയിൽ എനിക്ക് നല്ല ആശങ്കയുണ്ട്. Meet the editors.